CB ക്രിസ്റ്റി കേരളത്തിൽ അറിയപ്പെടുന്ന എഡിറ്റർമാരിൽ ഒരാള്. ക്രിസ്റ്റി 2024 ഇൻസ്റ്റഗ്രാം വഴി കൊച്ചിയിലുള്ള 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. തുടർന്ന് ആ പരിചയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നീട് ആ പെൺകുട്ടിക്ക് ആ പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു. 2025 ജൂലൈ മാസം ക്രിസ്റ്റി മണാലിയിലായിരുന്നു. മണാലിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ക്രിസ്റ്റി നേരെ വന്നത് കൊച്ചിയിലോട്ടാണ് ഈ പെൺകുട്ടിയെ കാണാൻ. മണാലിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ക്രിസ്റ്റിയെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിക്കാരിയായ ഈ പെൺകുട്ടി വീട്ടിലുണ്ടാക്കി കുറച്ച് ഭക്ഷണമായിട്ട് ക്രിസ്റ്റിയുടെ അടുത്തോട്ട് പോവുകയാണ്. തുടർന്ന് ഒരു പാർക്കിൽ നിന്ന് മീറ്റ് ചെയ്യുകയാണ് രണ്ടുപേരും. തുടർന്ന് ക്രിസ്റ്റി അവിടെ നിന്ന് പറയുകയാണ് തനിക്ക് സോഷ്യൽ ആൻസൈറ്റി ആണ്, ഇവിടെ നിന്ന് മാറിയിട്ട് തനിക്ക് അറിയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുമായിട്ട് ഒരു ലോഡ്ജിലോട്ട് പോവുകയാണ്. ഒരു 2 മണിക്കൂർ സമയം കൊണ്ടൊന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കാൻ, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. ക്രിസ്റ്റിയോട് ഒരു ഇഷ്ടമുള്ള പെൺകുട്ടി ക്രിസ്റ്റിയോട് കൂടെ റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. തുടർന്ന് ക്രിസ്റ്റി പെൺകുട്ടിയുടെ ദേഹത്ത് തൊടുകയും പെൺകുട്ടി പെട്ടെന്ന് ഷോക്കാവുകയാണ്. 18 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് പേടിച്ചുപോയി. പിന്നീട് ഒരു ബലപ്രയോഗത്തിലൂടെ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് പെൺകുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു. ആ സമയത്ത് പെൺകുട്ടിയുടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ക്രിസ്റ്റി തന്റെ മൊബൈലിൽ പകർത്തിയെടുത്തു. പിന്നീട് ലോഡ്ജ് മുറിയിൽ നിന്ന് ഇറങ്ങി ക്രിസ്റ്റി പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഞാൻ വിളിക്കുമ്പോഴെല്ലാം വരണം, വന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ ക്രിസ്റ്റി ഈ ഫോട്ടോ തനിക്കറിയുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കും, ടെലിഗ്രാം ചാനൽസിലിടും, പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കും എന്നുള്ള ഭീഷണിയായിരുന്നു. പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവുകയാണ്. ഫാർമസിസ്റ്റായ ക്രിസ്റ്റിയെ വിളിച്ച് ചോദിക്കുകയാണ് ക്രിസ്റ്റി എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്റ്റിയുടെ മറുപടി വളരെ നിസ്സാരമായിട്ടായിരുന്നു, അത് മാറിക്കോളും, ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാണെന്നാണ്. പിന്നീട് വീണ്ടും ക്രിസ്റ്റി പെൺകുട്ടിയെ വിളിക്കുകയാണ്, വരണം, കാണണം, വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ലേ, ഫോട്ടോസൊക്കെ എന്റെ കയ്യിലുണ്ട് എന്നായിരുന്നു ക്രിസ്റ്റിയുടെ ഭീഷണി. ക്രിസ്റ്റിയുടെ ഭീഷണിക്ക് വഴങ്ങി പെൺകുട്ടി വീണ്ടും പോവുകയാണ്. പെൺകുട്ടിയെ വീണ്ടും ബലാത്സംഗം ചെയ്യുകയാണ്. തുടർന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം പെൺകുട്ടി സൂയിസൈഡിന് ശ്രമിക്കുകയാണ്. സൂയിസൈഡിന് ശ്രമിച്ചതിനെ തുടർന്നിട്ട് പെൺകുട്ടി ഹോസ്പിറ്റലൈസ്ഡായി. വീട്ടുകാരൊക്കെ അറിഞ്ഞു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. വീട്ടിൽ നിന്നൊരു സപ്പോർട്ടും കിട്ടാത്ത സിംഗിൾ പേരന്റായ പെൺകുട്ടിയുടെ ഒപ്പം 14 വർഷങ്ങളായിട്ട് ഇവരെ ഉപേക്ഷിച്ചു പോയതാണ്. വീട്ടിൽ പിന്നെയുള്ള ഒരു ഇത്തയാണ്, പിന്നെ വേറൊരു ഉമ്മയാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു. സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥ കണ്ട് പെൺകുട്ടി തന്റെ സുഹൃത്തിനോട് കാര്യം പറഞ്ഞപ്പോൾ ഒരു വക്കീലിനെ പരിചയപ്പെടുത്തുകയും വക്കീൽ ത്രൂ ഒരു കൌൺസിലർ ത്രൂ കാര്യങ്ങൾ പോലീസിലെത്തുകയായിരുന്നു. കൊച്ചി സ്വദേശിയായ 18കാരിയെ പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ. വയനാട് സ്വദേശിയായ ക്രിസ്റ്റി ബിനുവിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ ക്രിസ്റ്റി അറസ്റ്റഡ് ആയിട്ട് 4 ദിവസമായി. ക്രിസ്റ്റി ജയിലിലാണ്, റിമാൻഡിലാണ്.